ഇറാൻ ഇസ്രായേൽ യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെയും ഇറാനും ഇസ്രായേലും തമ്മിൽ അതിരൂക്ഷമായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് നടത്തിയത്. ഇസ്രായേൽ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലും അതുപോലെ ഇസ്ഫഹാനിലുമാണ് ആക്രമണങ്ങൾ നടത്തിയത്. ഇറാൻ പ്രധാനമായും ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ-അവീവിലാണ് ഇന്നലെ ആക്രമണങ്ങൾ നടത്തിയത്. ഇന്നലെ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇസ്ഫഹാനിലുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഗോഡൌണുകളിൽ അതിശക്തമായ ബോംബാക്രമണമാണ് നടത്തിയത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രദേശവാസികൾ തന്നെയാണ് പകർത്തിയത്. ഇതിനു പുറമെ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ നിരവധി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അതുപോലെ മിസൈൽ ലോഞ്ചറുകളെയും തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില വീഡിയോ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്നലെ ഇറാൻ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേർക്കായിരുന്നു. അതീവ സുരക്ഷാ മേഖലയിലുള്ള മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് നേർക്ക് ഇറാൻ ആക്രമണം നടത്തിയത്, മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ വിജയകരമായി ആക്രമണം നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന് ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ എല്ലാവിധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും കീറി മുറിച്ചുകൊണ്ടാണ് ഇറാന്റെ മിസൈൽ ഇന്നലെ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കത്തിച്ചാമ്പലാക്കിയത്. ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള മാധ്യമ സെൻസർഷിപ്പാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇറാൻ പ്രതിരോധ വക്താവായ ബ്രിഗേഡിയർ ജനറൽ റിസ തലേയി പ്രതികരിച്ചത്, ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർക്കാൻ പറ്റാത്ത മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നലെ മൊസാദിന്റെ ആസ്ഥാനം ആക്രമിച്ചത് എന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവായ ബ്രിഗേഡിയർ ജനറൽ റിസ തലാഹി പ്രതികരിച്ചത്. പക്ഷേ ഏത് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് മൊസാദിന്റെ ആസ്ഥാനം ആക്രമിച്ചത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഇനിയും ഇത്തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കുമെന്നാണ് ബ്രിഗേഡിയർ ജനറൽ റിസ തലാഹി ഇന്നലെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത്. ഇറാന്റെ ഫതഹ് 2 ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നലെ മൊസാദിന്റെ ആസ്ഥാനം ഇറാൻ ആക്രമിച്ചത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടെ ഇന്നലെ ഇറാൻ മിസൈൽ ആക്രമണത്തിലൂടെ തകർത്ത വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. 2 ദിവസം മുമ്പാണ് ഇറാൻ വിജയകരമായി തങ്ങളുടെ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തകർത്തത്. ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർണ്ണമായും ഇറാൻ തകർത്ത് കളഞ്ഞു എന്നാണ്. ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവേഷണ കേന്ദ്രമാണ് വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ വൈസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തകർച്ച ഇസ്രായേലിനെ സംബന്ധിച്ച് കനത്ത ഒരു തിരിച്ചടി തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം ഇറാന്റെ സൈനിക മേധാവിയായ മേജർ ജനറൽ സയ്യിദ് അബ്ദുറഹ്മാൻ മൂസവി ഇസ്രായേലിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഹൈഫയിലും ടെൽ-അവീവിലുമുള്ള ജനങ്ങൾക്കാണ് ഇറാൻ സൈനിക മേധാവി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഹൈഫയും ടെൽ-അവീവും വിട്ട് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നാണ് ഇറാൻ സൈനിക മേധാവിയായ സയ്യിദ് അബ്ദുറഹ്മാൻ മൂസവി ജനങ്ങൾക്ക്, ഇസ്രായേലിലുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. ഏത് നിമിഷവും ഇറാന്റെ ആക്രമണം, അതിശക്തമായ മിസൈൽ ആക്രമണം ഹൈഫക്കും ടെൽ-അവീവിനും നേർക്ക് ഉണ്ടാകുമെന്നാണ് ഇറാൻ സൈനിക മേധാവിയായ സയ്യിദ് അബ്ദുറഹ്മാൻ മൂസവി ഇസ്രായേലിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സ് എത്രയും പെട്ടെന്ന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടുകൂടിയാണ് ഇറാന്റെ സൈനിക മേധാവിയായ സയ്യിദ് അബ്ദുറഹ്മാൻ മൂസവി ടെൽ-അവീവിലും ഹൈഫയിലുമുള്ള ജനങ്ങളോട് ഒഴിഞ്ഞു പോവാൻ നിർദ്ദേശം നൽകിയത്. ഇസ്രായേൽ പറയുന്നത് ഏത് നിമിഷവും അതിരൂക്ഷമായ ആക്രമണം ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാന് നേർക്ക് ഉണ്ടാകുമെന്നാണ്. ഡസൻ കണക്കിന് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് ഇസ്രായേലിന്റെ സൈനിക വക്താവും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇതോടുകൂടി മറുപടിയുമായി ഇറാനും രംഗത്തെത്തിയിരിക്കുകയാണ്. ടെഹ്റാന് നേർക്ക് ഇസ്രായേൽ അതിശക്തമായ ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതേ രീതിയിൽ തന്നെ തങ്ങൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ടെൽ-അവീവിലും ഹൈഫയിലും ആക്രമണം നടത്തുമെന്നാണ് ഇറാനും പ്രതികരിച്ചത്. എന്തായാലും ലോകം ആകാംക്ഷയോടും ഭയത്തോടും കൂടി ഉറ്റുനോക്കുകയാണ്. ടെൽ-അവീവിലും തെഹ്റാനിലും ഇനി എന്താണ് സംഭവിക്കുക എന്നതും കാത്ത്.